കൊള്ളിയും പിടിച്ച് ഇതെന്താ ഇങ്ങനെ നിൽക്കണമെന്നാവും നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവുക അല്ലേ. ഇത് ഞങ്ങളുടെ മാമൻ്റെ വീട്ടിൽ ഉണ്ടായ കൊള്ളിയാണേ. ഞാനിന്ന് എൻ്റെ വീട്ടിലേക്ക് പോയപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് തന്നതാണ്. അത് മാമൻ്റെ വീട്ടിൽ നിന്ന് കൊടുത്തയച്ചതാണ്. നല്ല വണ്ണുള്ള കൊള്ളിയാണ് കേട്ടോ. കാണുന്ന പോലെയല്ല, കാണുമ്പോൾ ചെറുതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നല്ല വണ്ണുള്ള കൊള്ളിയാണേ. ഞാൻ ഈ കൊള്ളിയുടെ പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. കൊള്ളിയും ചിക്കനാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത്. കൊള്ളിയിൽ ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ടേ. 2-3 തള തിളയ്ക്കുമ്പോഴേക്കും കൊള്ളി വെന്തുട്ടാ. ഇന്നലെ ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് മാത്രമേ എടുത്തിട്ട് കറി വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി വറുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടാണ്. ഗ്രേവി ഇല്ലാതെയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. ചിക്കൻ കറി എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാമല്ലോ, അതുകൊണ്ട് റെസിപ്പിയൊന്നും പറയുന്നില്ല കേട്ടോ. ചിക്കൻ കറി റെഡിയായപ്പോൾ അതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള കൊള്ളിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുത്തു കേട്ടോ. ചിക്കൻ കറിയുടെ മസാല കൊള്ളിയിലേക്ക് പിടിക്കുന്നത് വരെ 2-3 മിനിറ്റോളം ഞാൻ ചെറുതീയിലിട്ടിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ടേ. അതിനുശേഷം ഒരു സബോള എടുത്ത് കൊത്തി അരിഞ്ഞിട്ട് അതും കൂടിയിട്ട് അതിൻ്റെ മേലെ വിതറി കൊടുത്തിട്ടുണ്ട്. കൊള്ളിയും ചിക്കനും കഴിക്കുമ്പോൾ ആ സബോളയും കൂടി കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇന്ന് രാത്രിക്ക് ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഭക്ഷണം. പുതിയ വീഡിയോയുമായി വീണ്ടും വരാം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും ചെയ്യണേ.